ചേച്ചി പോലീസിന്റെ ആക്രമണം എങ്ങനെ ബി.ജെ.പി. പോലീസ് ഞങ്ങളെ ഫുള്ളും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. പീരങ്കി ശക്തമായി വളരെ ശക്തമായാണ് ഞങ്ങൾ ആക്രമിച്ചത്. എല്ലാ വനിതകളൊക്കെ വീണു, ഞങ്ങളാകെ തകർന്നു പോയി. ഞങ്ങളുടെ പീഡനം അവരെ ഇപ്പോഴേ തുടങ്ങി പീഡനം അഴിച്ചുവിട്ടിരിക്കുകയാണ്. പിണറായിയുടെ പോലീസ് പിണറായിയുടെ എച്ചിൽ നിന്ന് ഞങ്ങളെ മാരകമായി ആക്രമിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ ഇനിയും പ്രതിഷേധങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും. ഇത് ഇനിയും ഇതുപോലെ ആളിക്കത്തും. ഞങ്ങൾ ബി.ജെ.പിക്ക് ജയ് 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 ബി.ജെ.പി. ഇപ്പോ പിണറായി വിജയൻ പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബി.ജെ.പി. അടിച്ചമർത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അതെ, ബി.ജെ.പി. അടിച്ചമർത്താൻ പിണറായി വിജയൻ ശ്രദ്ധിക്കാണ്. അതൊരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഇനിയും ഇതുപോലെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കും. അനീഷ് കുമാർ ഞങ്ങൾ വിട്ടുതരില്ല, വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഞങ്ങള് പരമാവധി ഞങ്ങള് വിട്ടുകൊടുക്കില്ല. ഒരു കേസ് കൂടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കാപ്പ ചുമത്തി അകത്തിടാനുള്ള സാധ്യത കൂടുതലും. കാപ്പ ചുമത്താൻ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. കോട്ട കെട്ടി ഞങ്ങൾ സംരക്ഷിക്കും. എന്ത് വില കൊടുത്ത മനുഷ്യയെ ഞങ്ങൾ സംരക്ഷിക്കും. ജയ് ബോലോ ഭാരത് മാതാക്ക്, ബോലോ ഭാരത് മാതാക്ക്, ബോലോ ഭാരത് മാതാക്ക്. പോലീസിന്റെ വേട്ടയാണ് അവസാനിപ്പിക്കുക. പോലീസിന്റെ വേട്ടയാണ് അവസാനിപ്പിക്കുക. സ്ത്രീകള് മുന്നിട്ടിറങ്ങാനുള്ള സാധ്യത ഉണ്ടോ ഈ ഒരു പ്രതിഷേധത്തിൽ? ഇതോടുകൂടി അവസാനിക്കുമോ? ഇതോടുകൂടി അവസാനിപ്പിക്കില്ല. അനീഷിയെ വിട്ടുതരണം. അനീഷിക്കെതിരെ കള്ളക്കേസ് കുടിക്കരുത്. ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ബി.ജെ.പി. പുറത്തു കൊണ്ടുവരും. അനീഷിയെ ഞങ്ങൾ വിട്ടുതരില്ല. ഇനിയും ഇതിലെ വലിയ പ്രക്ഷോഭങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കും. കേരളത്തിലെ മാധ്യമ പ്രവർത്തകരൊക്കെ ബി.ജെ.പിക്കെതിരെ നിരന്തരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂര് ബി.ജെ.പി. ജയിച്ചതിന് ശേഷം ഇത് തുടരുകയാണ്. എന്താണ് അവരോട് പറയാനുള്ളത്? തൃശ്ശൂരിൽ ജയിച്ചത് പിണറായിക്കും അതുപോലെ തന്നെ അതിന് കൂട്ടു നിൽക്കുന്ന കോൺഗ്രസിനും ഒരിക്കലും അത് അവരെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇനി ഒരു ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ട് അവര് തുടക്കമെന്നാണ് ഈ അക്രമം അഴിച്ചുവിട്ടിരിക്കാന്. നല്ല നല്ല നേതാക്കളെ അകത്ത് പിടിച്ചിട്ടാൽ ഈ പ്രസ്ഥാനം അങ്ങനെ ഒന്നും തീരുന്നില്ല. ഇത് ജില്ലയിൽ കൊടുത്ത പ്രസ്ഥാന, ബലിദാനികളുടെ പ്രസ്ഥാന. ഞങ്ങളുടെ പ്രിയനം സോദരനെ അനീഷ് കുമാറിനെ വേട്ടയാടാൻ, അനീഷ് കുമാറിനെ വേട്ടയാടാൻ പിണറായിയുടെ പോലീസും, പിണറായിയുടെ പോലീസും CPM-ൻ കുട്ടി സഖാക്കളും, CPM-ൻ കുട്ടി സഖാക്കളും തുനിഞ്ഞിറങ്ങി വന്നെന്നാൽ, തുനിഞ്ഞിറങ്ങി വന്നെന്നാൽ തിരിച്ചടിക്കും കട്ടായം, തിരിച്ചടിക്കും കട്ടായം, വിട്ടുതരില്ല, 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 അനീഷ് കുമാറിനെ വിട്ടുതരില്ല, അനീഷ് കുമാറിനെ വിട്ടുതരില്ല. ജയ് ജയ് ബി.ജെ.പി. ജയ് ജയ് കബഡി കളിക്കാൻ വന്നെന്നോ, കബഡി കളിക്കാൻ വന്നെന്നോ, അനീഷ് കുമാറിനെ തൊട്ട് കളിച്ചാൽ, അനീഷ് കുമാറിനെ തൊട്ട് കളിച്ചാൽ, അനീഷ് കുമാറിനെ തൊട്ട് കളിച്ചാൽ, അനീഷ് കുമാറിനെ തൊട്ട് കളിച്ചാൽ കേരളമാകെ സ്തംഭിപ്പിക്കും, കേരളമാകെ സ്തംഭിപ്പിക്കും, കേരളമാകെ സ്തംഭിപ്പിക്കും, കേരളമാകെ സ്തംഭിപ്പിക്കും.
പോലീസ് ഞങ്ങളുടെ പ്രിയനാം മനീഷ് കുമാറിന് കള്ളക്കേസുകൾ ചാർത്തിക്കൊണ്ട് ഇറങ്ങി നടക്കും പിണറായി
റാണി പട്ടാളം ഭാരതാംബ പട്ടാളം ഭാരതാംബ പട്ടാളം തടിക്കാമെങ്കിൽ തടിത്തോളൂ ഓണായി പിറന്നു വന്നിട്ട് ജയ് ജയ് ബി ജെ പി ജയ് ജയ് ബി ജെ പി ജയ് ജയ് ഭാരത് മാതാ ആരണ്ട പിണറായി ഇവിടെ ആരണ്ട കുട്ടിസഖാക്കൾ പോലീസായാൽ പട്ടാള പണിയങ്ങളെടുക്കും ജയ് ബോലോ ഭാരത് മാതാ കേ